നമുക്കൊരു ചക്കപ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലെ ചക്ക എടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കുരുവൊക്കെ കളഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പിടി ചക്കയാണ് ഞാൻ ആദ്യം അടിച്ചെടുക്കാൻ പോകുന്നത്. അതൊന്ന് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് അത് അടിച്ചെടുക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് അതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ 8 പിടി ചക്കയാണ് എടുത്തിരിക്കുന്നത്. അത് മൊത്തം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തുള്ള ഇതൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് കലക്കി എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പാത്രത്തിന് ശർക്കര ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊന്ന് തീ സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് കൊണ്ടുവരാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ശർക്കര ആണെങ്കിലും ചക്ക ആണെങ്കിലും എല്ലാം കൂടി ഒരുമിച്ചൊന്ന് യോജിച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ മിക്സിയുടെ ഒരു ജാറിൽ 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ഏലക്കയും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാം. അതൊന്ന് അടിച്ചെടുത്തതും കൂടെ നമ്മുടെ ചക്കയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു തേങ്ങയുടെ 2/2 പാലെടുത്തതും കൂടി നമ്മൾ നമ്മുടെ ചക്കക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പലതരം പായസങ്ങൾ കഴിക്കാറുണ്ടല്ലോ. അപ്പം നമുക്ക് ചക്കയുള്ള ഈ സമയത്തെങ്കിലും നമുക്കൊരു ചക്കപ്പായസം ഉണ്ടാക്കി കഴിക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാൻ പോവാണ്. നമ്മുടെ ചക്ക ആയതുകൊണ്ട് വേഗം അടിക്കൊക്കെ പിടിക്കും. അപ്പം ഈ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. നെയ്യുടെ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് കുറച്ചുകൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അതൊന്ന് ശരിയാവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തൊരു ഗ്യാസിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കശുവണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ആ സമയം വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചക്കപ്പായസത്തിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ 1/4 പാൽ കൂടി ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുന്തിരി അണ്ടിപ്പരിപ്പ് നെയ്യും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി തീയൊക്കെ ഓഫ് ചെയ്ത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ചക്ക ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ, സീ യു.